ഫ്രണ്ട്സ്, നീനാസ് PSC പോയിന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില നിർമ്മിതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വാഹന രംഗത്തുണ്ടായ ചില സാങ്കേതിക മുന്നേറ്റങ്ങളും പങ്കുവയ്ക്കുന്നു. ആദ്യമായി സൂറത്ത് ഡയമണ്ട് ബോർസ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം ഏത് എന്ന് ചോദിച്ചാൽ സൂറത്ത് ഡയമണ്ട് ബോർസ്. 2023 ഡിസംബർ 17 സൂറത്ത് ഡയമണ്ട് ബോർസ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒറ്റ പദ്ധതിക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് എന്ന സ്ഥാനം ഇതുവരെ വഹിച്ചിരുന്നത് അമേരിക്കയിലെ പെന്റഗൺ ആയിരുന്നു. ഇപ്പോൾ പെന്റഗൺ 2ാം സ്ഥാനത്താണ്. 35.54 ഏക്കർ സ്ഥലത്ത് 71 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ സ്പേസിൽ 9 ടവറുകളിലായി 15 നിലകൾ, അവയിൽ 4200 ഓഫീസ് മുറികൾ എന്നിവ അടങ്ങുന്നതാണ് സൂറത്ത് ഡയമണ്ട് ബോർസ്. 3200 കോടി നിർമ്മാണ ചെലവുള്ള ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ഡൽഹിയിലെ മോർഫോജെനിസിസ് എന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ജം ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്ന നഗരമാണ് സൂറത്ത്. ഡയമണ്ട് കട്ടിങ്ങിൻ്റെയും പോളിഷിങ്ങിൻ്റെയും ഹബ്ബായ സൂറത്തിലേക്ക് മറ്റൊരു ഡയമണ്ട് ഹബ്ബായ മുംബൈയിലെ വ്യാപാരത്തെ കൂടി ആകർഷിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയായ സൂറത്ത് ഡയമണ്ട് ബോർസ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രായോജകർ. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സൂറത്ത്. ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലമാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ചെനാബ് നദിയുടെ മേൽപ്പരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലായാണ് റെയിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ചെനാബ് റെയിൽ പാലത്തിന് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലുണ്ട്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ജമ്മു താവി ബാരാമുള്ള റെയിൽ റൂട്ടിലാണ് ചെനാബ് റെയിൽ പാലം. ബാരാമുള്ളയാണ് ഇന്ത്യയിലെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 1400 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ചെനാബ് റെയിൽ പാലത്തിന്റെ നീളം 1315 മീറ്റർ. 266 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ അതിജീവിക്കാനും -40°C വരെയുള്ള താപം ചെറുക്കാനും ശേഷിയുള്ളതാണ് ചെനാബ് റെയിൽ പാലം. ഈ പാലത്തിലൂടെ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിനുകൾക്ക് കടന്നു പോകാം. 2022 ഓഗസ്റ്റിലായിരുന്നു ചെനാബ് റെയിൽ പാലത്തിന്റെ ഉദ്ഘാടനം. അടൽ ടണൽ. ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിന് കീഴിൽ നിർമ്മിച്ച ഒരു ഹൈവേ ടണലാണ് അടൽ ടണൽ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മയ്ക്കാണ് ടണലിന് അടൽ ടണൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള അടൽ ടണൽ ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണ്. ടണലിന്റെ നീളം 9.02 കിലോമീറ്റർ. നാഷണൽ ഹൈവേ 3 ലേ മണാലി റൂട്ടിലാണ് അടൽ ടണൽ. അടൽ ടണൽ യാത്രയ്ക്ക് തുറന്നുകൊടുത്ത ദിവസം 2020 ഒക്ടോബർ 4. ഓർക്കുക, ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽപാലം ചെനാബ് റെയിൽ പാലം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ സിംഗിൾ ട്യൂബ് ടണൽ അടൽ ടണൽ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത T50. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായ T50 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ദിവസം 2024 ഫെബ്രുവരി 20. ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ റൂട്ടിലാണ് T50 റെയിൽ ടണൽ. നീളം 12.77 കിലോമീറ്റർ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഈ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മയ്ക്കായി ഈ പാലത്തിന് നൽകിയ ഔദ്യോഗിക നാമം അടൽ സേതു നവശേവ സീ ലിങ്ക് എന്നാണ്.
അടൽ സേതുവിൻ്റെ ആകെ നീളം 21.8 കിലോമീറ്ററാണ്. ഇതിൽ 16.5 കിലോമീറ്ററും സമുദ്രത്തിന് മേലെയാണ്. 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദക്ഷിണ മുംബൈയെ നവി മുംബൈയുമായി അടൽ സേതു ബന്ധിപ്പിക്കുന്നു. ദക്ഷിണ മുംബൈയിലെ സെവ്രി മുതൽ നവി മുംബൈയിലെ ചിർലെ വില്ലേജ് വരെയാണ് പാലം. 27 മീറ്റർ വീതിയിലും 25 മീറ്റർ ഉയരത്തിലുമുള്ള പാലം 1089 തൂണുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരുവശത്തും 3 വരികളുള്ള ഈ 6 ലൈൻ പാലത്തിലൂടെ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാം. യാത്രാ സമയം 15 മിനിറ്റ്. ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു നവശേവ സീ ലിങ്ക്. ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 8 ലൈൻ എലിവേറ്റഡ് റോഡ് പദ്ധതിയാണ് ദ്വാരക എക്സ്പ്രസ് വേ. എക്സ്പ്രസ് വേയുടെ ഇരുവശത്തുമായി 4 വീതം സർവീസ് റോഡുകളുമുണ്ട്. അങ്ങനെ ആകെ 16 ലൈനുകൾ. 3.6 കിലോമീറ്റർ നീളത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ 8 വരി തുരങ്ക പാതയും എക്സ്പ്രസ് വേയിലുണ്ട്. 34 മീറ്റർ വീതിയുള്ള എക്സ്പ്രസ് വേ നിർമ്മിക്കുന്നത് സിംഗിൾ പില്ലറിന് മേലെയാണ്. ദേശീയപാത 48 ഡൽഹിയിലെ ശിവമൂർത്തിയിൽ ആരംഭിച്ച് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അവസാനിക്കുന്ന എക്സ്പ്രസ് വേയുടെ ആകെ നീളം 29 കിലോമീറ്ററാണ്. ഡൽഹിയിൽ 10.1 കിലോമീറ്റർ, ഹരിയാനയിൽ 18.9 കിലോമീറ്റർ. അങ്ങനെ ആകെ 29 കിലോമീറ്റർ. 2019 തറക്കല്ലിട്ട് 2024 പൂർത്തിയാകുമെന്ന് കരുതപ്പെടുന്ന പാതയുടെ നിർമ്മാണ ചെലവ് 9,000 കോടി രൂപ. ഓർക്കുക, മാർവൽ ഓഫ് എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 8 ലൈൻ എലിവേറ്റഡ് പാത ദ്വാരക എക്സ്പ്രസ് വേ. റാപ്പിഡെക്സ് അഥവാ നമോ ഭാരത് അർദ്ധ അതിവേഗ റെയിൽ സർവീസിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS. ഡൽഹി ഗാസിയാബാദ് മീററ്റ് ഇടനാഴിയാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ആദ്യത്തെ RRTS ഇടനാഴി. RRTSിലൂടെ ഓടുന്ന ട്രെയിനിൻ്റെ പേരാണ് റാപ്പിഡെക്സ്. 2023 ഒക്ടോബർ 20 ഭാഗികമായി ഓട്ടം ആരംഭിച്ചതോടെ റാപ്പിഡെക്സിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് നമോ ഭാരത്. ആകെ 82.15 മീറ്റർ നീളമുള്ള പാതയിലൂടെ 2025 പൂർണ്ണമായും സർവീസ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 160-180 കിലോമീറ്റർ വേഗതയിലോടുന്ന നമോ ഭാരതിന് ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക് 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ കഴിയും. വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്കൈ വാക്ക് ചില്ലുപാലമാണ് വാഗമണിലെ കാൻഡിലിവർ ചില്ലുപാലം. 40 മീറ്ററാണ് ചില്ലുപാലത്തിൻ്റെ നീളം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാഗമണിലെ കോലാഹലമേട്ടിൽ പാലം നിർമ്മിച്ചത് ഇടുക്കി ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ് കൊണ്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 6 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത പാലത്തിൽ ഒരേ സമയം 15 പേർക്ക് കയറാൻ കഴിയും. ഓർക്കുക, അർദ്ധ അതിവേഗ സർവീസിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന RRTS. ഇന്ത്യയിലെ ആദ്യത്തെ RRTS ഇടനാഴി ഡൽഹി ഗാസിയാബാദ് മീററ്റ് പാതയിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ റാപ്പിഡെക്സ് അഥവാ നമോ ഭാരത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്കൈ വാക്ക് ചില്ലുപാലം വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട നിർമ്മിതികളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അടുത്തതായി സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച ചില മുന്നേറ്റങ്ങൾ. ആദ്യമായി ഇന്ത്യയിലെ ഹൈഡ്രജൻ വാഹനങ്ങൾ. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇന്ത്യയിലും ഓടിത്തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് റോഡിലിറങ്ങിയ സ്ഥലം ലഡാക്കിലെ ലേ. 3 മാസത്തെ പരീക്ഷണ ഓട്ടങ്ങൾക്കായി ഹൈഡ്രജൻ ബസ് ലേയിലെത്തിയത് 2023 ഓഗസ്റ്റ് 17 സമുദ്രനിരപ്പിൽ നിന്ന് 11,500 അടി ഉയരത്തിലുള്ള ലേയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് NTPC അഥവാ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനാണ്. കാർബൺ ന്യൂട്രൽ ലഡാക്ക് എന്നതാണ് ലക്ഷ്യം.
ഓർക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ്സുകൾ ഓടിത്തുടങ്ങിയ സ്ഥലം ലേ. എന്നാൽ കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരമായ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ബസ്സുകൾ ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സഹകരണത്തോടെയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബസ്സിൻ്റെ നിർമ്മാതാക്കൾ ടാറ്റ മോട്ടോഴ്സ്. ഭാവിയുടെ ഇന്ധനം എന്നാണ് ഗ്രീൻ ഹൈഡ്രജൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിനിൽ നിന്ന് ഉപോൽപ്പന്നമായി പുറത്തു വരുന്നത് വെള്ളം മാത്രമാണ്. ഇന്ത്യയെ കാർബൺ രഹിതമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഭാവി ഇന്ധനമാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഓർക്കുക, ഹൈഡ്രജൻ ബസ്സുകൾ ഇന്ത്യയിൽ ആദ്യമായി ഓടിയ സ്ഥലം ലേ. ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ ഇന്ത്യയിൽ ആദ്യമായി ഓടിയ സ്ഥലം ഡൽഹി. ഇന്ത്യയിൽ ഹൈഡ്രജൻ ബസ്സുകൾ ഓടിത്തുടങ്ങിയ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഗതാഗത രംഗത്ത് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഹൈഡ്രജൻ ട്രെയിൻ. ഹൈഡ്രജൻ ട്രെയിനുകൾ ആദ്യമായി ഓടിത്തുടങ്ങിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ജർമ്മനി. രണ്ടാമത് ചൈന. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് 2024 ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിനിൻ്റെ സ്പീഡ് മണിക്കൂറിൽ 160 കിലോമീറ്റർ. ഹൈഡ്രജൻ ബസ്, ഹൈഡ്രജൻ ട്രെയിൻ എന്നിവയ്ക്ക് ശേഷം അടുത്തത് എത്തനോൾ ഇന്ധനമായുള്ള കാർ. 100% എത്തനോൾ പവറോടെ ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറങ്ങിയ നഗരം ഡൽഹി. തീയതി 2023 ഓഗസ്റ്റ് 29. ഇന്നോവ ഹൈക്രോസ് എന്ന പേരിൽ ലോകത്തിൽ ആദ്യത്തെ എത്തനോൾ കാർ പുറത്തിറക്കിയ കമ്പനി ടൊയോട്ട. ഓർക്കുക, ലോകത്തിൽ ആദ്യത്തെ BS6 സ്റ്റേജ് 2 ഇലക്ട്രിഫൈഡ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ ഹൈക്രോസ് കാർ. അടുത്തത് ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു അതിവേഗ റെയിൽപാതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കാൻ പോകുന്നത് ഈ പാതയിലൂടെയാണ്. ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മുംബൈ, അഹമ്മദാബാദ് എന്നിവ. 508 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിലൂടെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ വേഗത 350 km/h. ബുള്ളറ്റ് ട്രെയിൻ യാത്ര തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷം 2027. അടുത്തത് ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് സോളാർ ഇലക്ട്രിക് ബോട്ട്. 2023 ഡിസംബർ 13 ആലപ്പുഴയിലെ പാണാവള്ളി നവഗതി യാർഡിൽ നിന്ന് പുറത്തിറങ്ങിയ ബരാക്കുഡയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട്. കടലിൽ കൂടി അതിവേഗം നീങ്ങുന്ന മത്സ്യമായ ബരാക്കുഡയുടെ പേരാണ് ബോട്ടിന് നൽകിയിരിക്കുന്നത്. ഈ അത്യാധുനിക ബോട്ട് വികസിപ്പിച്ചെടുത്ത കമ്പനികൾ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചി ആസ്ഥാനമായുള്ള ഇക്കോമറൈൻ ടെക് കമ്പനിയായ നവാൾട്ട് എന്നിവ. മണിക്കൂറിൽ 22 കിലോമീറ്ററാണ് ബരാക്കുഡ സോളാർ ഇലക്ട്രിക് ബോട്ടിൻ്റെ വേഗത. ഇതോടൊപ്പം ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേര് ആദിത്യ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വേണ്ടി ആദിത്യ സോളാർ ബോട്ട് നിർമ്മിച്ചതും നവോൾട്ട് കമ്പനിയാണ്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിലാണ് ആദിത്യ സർവീസ് നടത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായ ചില പ്രശസ്ത നിർമ്മിതികളെക്കുറിച്ചും വാഹന രംഗത്തുണ്ടായ ചില സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചുമാണ് ഇതുവരെ വിവരിച്ചത്. ഇവയെല്ലാം റാങ്ക് മേക്കിംഗ് ഇൻഫർമേഷനുകളാണ്. പഠിക്കുക, പ്രയോജനപ്പെടുത്തുക. പ്ലീസ് കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും നന്ദി.